ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. ഡൽഹിയിൽ 27 വർഷങ്ങൾക്ക് ശേഷം BJP അധികാരത്തിലേക്ക്. ആകെയുള്ള 70 സീറ്റുകളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 48 സീറ്റുകൾ സ്വന്തമാക്കിയാണ് BJP ഇന്ദ്രപ്രസ്ഥത്തിൽ അധികാരം ഉറപ്പിച്ചത്. ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിക്ക് 22 സീറ്റുകൾ മാത്രമേ ലഭിച്ചുള്ളൂ. AAP കൺവീനറും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും അടക്കമുള്ള AAPയിലെ പ്രമുഖർ പരാജയപ്പെട്ടു. എന്നാൽ മുഖ്യമന്ത്രി അതീഷി മാർലേന കൽക്കാജി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു. തുടർച്ചയായ മൂന്നാം തവണയും കോൺഗ്രസിന് ഒരു സീറ്റ് പോലും വിജയിക്കാനായില്ല. 45.91% വോട്ടുമായാണ് BJP അധികാരം പിടിച്ചത്. AAPക്ക് 43.56% വോട്ട് വിഹിതമാണ് ഇത്തവണ നേടാനായത്. കോൺഗ്രസിന്റെ വോട്ട് വിഹിതം 6.37%. ഡൽഹി തെരഞ്ഞെടുപ്പിലെ ചരിത്രപരമായ ജനവിധിക്ക് ജനങ്ങളെ നമിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ പരാജയം അംഗീകരിക്കുന്നതായും പാർട്ടി ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചു. തന്നെ വിജയിപ്പിച്ച ജനങ്ങളോട് നന്ദി അറിയിച്ച മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അതിഷി ജനവിധി പാർട്ടി അംഗീകരിക്കുന്നുവെന്നും അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് പാർട്ടി പരിശോധിക്കുമെന്നും കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ചരിത്ര വിജയം നേടിയതിന് പിന്നാലെ ഡൽഹിയിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ ആരംഭിച്ച് BJP. മുഖ്യമന്ത്രി ആരാകുമെന്നത് സംബന്ധിച്ച കാര്യങ്ങൾ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്ന് ഡൽഹി BJP അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ പറഞ്ഞു. ഡൽഹിയിലേത് ഐതിഹാസിക വിജയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിജയത്തിന് പിന്നാലെ ഡൽഹിയിലെ BJP ആസ്ഥാനത്തെത്തി പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയത്തിൽ കുറുക്കുവഴികളില്ലെന്നും കള്ളം പറയുന്നവർക്ക് സ്ഥാനമില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് US സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കം. ഇരു രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിൽ സന്ദർശനം ഊന്നൽ നൽകും. പുതിയ ആദായ നികുതി ബിൽ അടുത്തയാഴ്ച ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 6 പതിറ്റാണ്ട് പഴക്കമുള്ള ആദായ നികുതി നിയമത്തിന് പകരമായാണ് പുതിയ ബിൽ വരുന്നത്. ലോക്സഭയിൽ അവതരിപ്പിച്ചതിനു ശേഷം ബിൽ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് അയക്കും. ഗവേഷണ ഫലങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ സംസ്ഥാനത്തെ 10 സർവകലാശാലകളിൽ ട്രാൻസ്ലേഷണൽ റിസർച്ച് ലാബുകൾ സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂരിൽ 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 200 കോടി രൂപയാണ് ലാബ് സ്ഥാപിക്കുന്നതിനുള്ള ചെലവ്. സംസ്ഥാനത്ത് കൈറ്റിന്റെ നേതൃത്വത്തിൽ സ്വന്തമായ AI എഞ്ചിൻ ഈ വർഷം തയ്യാറാക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. എല്ലാ കുട്ടികൾക്കും റോബോട്ടിക്സ് പഠനത്തിന് അവസരമൊരുക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറിയെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരളത്തിലെ ആദിവാസി മേഖലയിലെ ആരോഗ്യ ഇടപെടലുകൾക്ക് പിന്തുണയുമായി ലോകാരോഗ്യ സംഘടന. ആരോഗ്യമന്ത്രി വീണ ജോർജുമായി തിരുവനന്തപുരത്ത് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ലോകാരോഗ്യ സംഘടനാ പ്രതിനിധികൾ ഇക്കാര്യം അറിയിച്ചത്. ആദ്യമായി സംസ്ഥാനതലത്തിൽ വികസിപ്പിക്കുന്ന ട്രൈബൽ ഹെൽത്ത് ആക്ഷൻ പ്ലാനിന് വേണ്ട സാങ്കേതിക സഹായം ലോകാരോഗ്യ സംഘടന നൽകുമെന്ന് പ്രതിനിധികൾ അറിയിച്ചു. 130ാമത് മാരാമൺ കൺവെൻഷന് പത്തനംതിട്ട മാരാമൺ പമ്പ നദിക്കരയിൽ നാളെ തുടക്കമാകും. നാളെ ഉച്ചയ്ക്ക് 2:30 മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യും. അതേസമയം 113ാമത് ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് നാളെ സമാപനമാകും. പമ്പയിൽ നാളെ വൈകിട്ട് മഹാ ആരതിയും പുണ്യസ്നാനവും നടക്കും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഈ വർഷം ഹജ്ജ് തീർത്ഥാടനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഒറിജിനൽ പാസ്പോർട്ടുകൾ സ്വീകരിക്കാൻ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വിപുലമായ സൌകര്യങ്ങൾ ഒരുക്കി. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ 4 കൌണ്ടറുകളാണ് ഏർപ്പെടുത്തിയത്. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ഹൈദരാബാദ് FC മുഹമ്മദൻ SCയെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. കൊൽക്കത്തയിൽ നടക്കുന്ന 2ാം മത്സരത്തിൽ ചെന്നൈയിൻ FC ഈസ്റ്റ് ബംഗാളിനെ നേരിടുകയാണ്. 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് ഇന്ന് 4 വെങ്കലം. തായ്ക്കൊണ്ട ബൂംസെ വിഭാഗത്തിൽ കർണിക, സെബ, ലയ ഫാത്തിമ എന്നിവരടങ്ങുന്ന സംഘമാണ് മെഡൽ സ്വന്തമാക്കിയത്. ഒപ്പം തായ്ക്കൊണ്ട ക്യൂരൂഗി പുരുഷന്മാരുടെ 63 കിലോ വിഭാഗത്തിൽ ശ്രീജിത്ത് ബിയും വെങ്കലം നേടി. ഇതോടെ 26 മെഡലുകളുമായി കേരളം മെഡൽ പട്ടികയിൽ 9ാം സ്ഥാനത്താണ്. സർവീസസ് 1ാം സ്ഥാനത്തും കർണാടക 2ാം സ്ഥാനത്തും തുടരുന്നു. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഏകദിന പരമ്പരയിലെ 2ാം മത്സരം നാളെ ഉച്ചയ്ക്ക് 1:30 ഒഡീഷയിലെ ബാരാബതി സ്റ്റേഡിയത്തിലാണ് മത്സരം. സ്വർണ്ണവിലയിൽ ഇന്നും വർധന. പവന് 120 രൂപ വർദ്ധിച്ച് 63,560 രൂപയായി.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.